എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ളൊരു ദോശയാണ് തയ്യാറാക്കുന്നത്. വെറും 10 മിനിറ്റിനകം തയ്യാറാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ദോശയാണിത്. ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും പിന്നെ ഞങ്ങളുടെ ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. എങ്കിൽ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1/4 കപ്പ് അവലിട്ട് കൊടുക്കാം. വെളുത്ത കട്ടി കുറഞ്ഞ അവലാണ് എടുത്തിരിക്കുന്നത്. കട്ടിയുള്ള അവലാണെങ്കിൽ 1/2 കപ്പ് എടുത്താൽ മതി. ഇത് നല്ലതായിട്ട് 2 പ്രാവശ്യം കഴുകിയെടുക്കണം. അവൽ നല്ലതായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 കപ്പ് റവ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/2 കപ്പ് തൈര് ഒഴിച്ച് കൊടുക്കാം. അത്യാവശ്യം പുളിയുള്ള തൈരാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇതൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടി ഒരു 10 മിനിറ്റ് അടച്ച് മാറ്റി വെക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഈ റവയും അവലും ഒക്കെ നല്ലതായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇതൊരു മിക്സഡ് ജാറിലോട്ട് മാറ്റാം. ഇനി ഇതിലോട്ടൊരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. നല്ലതായിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്ത മാവ് ഒരു ബൗളിലോട്ട് മാറ്റാം. മിക്സഡ് ജാറിലോട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് അതുകൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതേ കൺസിസ്റ്റൻസിയിലുള്ളൊരു മാവ് വേണം തയ്യാറാക്കിയെടുക്കാൻ. ഒത്തിരി അങ്ങ് ലൂസായി പോകരുത് കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഈനോയാണ്. 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പാക്കറ്റ് എന്ന് പറയുന്നത് 1 ടീസ്പൂൺ ഉണ്ട് കേട്ടോ. ഈനോയ്ക്ക് പകരം 1/4 ടീസ്പൂൺ സോഡാപ്പൊടി ചേർത്താലും മതി. ഈ ഈനോ ഒന്ന് ആക്ടിവേറ്റ് ആവാൻ വേണ്ടി ഇതിൻ്റെ മുകളിലോട്ട് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുണ്ടല്ലോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈനോ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ഈ മാവുണ്ടല്ലോ നല്ലതായിട്ടൊന്ന് പതഞ്ഞ് പൊങ്ങി വരും. അപ്പോൾ നമ്മുടെ ദോശ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഈ ദോശയ്ക്ക് വേണ്ട മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ദോശക്കല്ലിലോട്ട് ഒഴിച്ച് കൊടുത്തൊന്ന് ചുട്ടെടുക്കാം. സ്റ്റവ് കത്തിച്ചൊരു ദോശക്കല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ലതായിട്ട് ചൂടായി. ഇതിലോട്ട് 1 തവി മാവ് ഒഴിച്ച് കൊടുക്കാം. പരത്തേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതേ രീതിയിലൊന്ന് ഒഴിച്ച് കൊടുക്കുമ്പോൾ നല്ലതായിട്ടൊന്ന് സ്പ്രെഡായി കിട്ടും. ഇപ്പോൾ ഇതാ നല്ല ബബിൾസൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. 2 മിനിറ്റ് നേരം ഇതൊന്ന് തുറന്ന് വെച്ചൊന്ന് കുക്ക് ചെയ്യണം. അതിനുശേഷം ഒന്ന് അടച്ച് വെച്ച് 1 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ 1 മിനിറ്റ് കൂടെ ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറക്കാം. അത് നോക്കിക്കാൻ നമ്മുടെ ദോശയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ദോശക്കല്ലിൽ നിന്ന് മാറ്റാം. ഇതേ രീതിയിൽ ബാക്കിയുള്ള ദോശയെല്ലാം ചുട്ടെടുക്കാം. നല്ല സോഫ്റ്റും അതുപോലെ നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ദോശയാണ്. നമ്മൾ അരിയും ഉഴുന്നും ഒക്കെ ചേർത്ത് തയ്യാറാക്കുന്ന ദോശ പോലെ തന്നെ നല്ല ടേസ്റ്റാണ് ഇതിന് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും. സാധാരണ ദോശയിലൂടെ കഴിക്കുന്ന എല്ലാ കറികളും കൂട്ടി ഇതും കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശയാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടമാകും. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഞങ്ങളുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. വീണ്ടും ഇതുപോലെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.